ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ വൈ സർട്ടൻ ഗുഡ്സ് ആർ മെറിറ്റ് ഗുഡ്സ്. എന്തുകൊണ്ടാണ് ചില ഗുഡ്സിനെ നമ്മൾ മെറിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത് എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ദാറ്റ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മെറിറ്റ് ഗുഡ്സ് എന്നുള്ളതാണ്. എന്താണ് മെറിറ്റ് ഗുഡ്സ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മെറിറ്റ് ഗുഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യമേ എന്താണ് മെറിറ്റ് ഗുഡ്സ്? മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസസിനെ നമുക്ക് മെറിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു ഗുഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവീസ് ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അത് ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇതാണ് ഗവൺമെന്റിന്റെ എക്സ്പെക്ടേഷൻ. സോ സച്ച് ഗുഡ്സ് ആണ് മെറിറ്റ് ഗുഡ്സ്. ഗവൺമെന്റ് വിശ്വസിക്കുന്നു ചില പ്രത്യേക കാറ്റഗറിയിൽ പെടുന്ന ഗുഡ്സിനെ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രത്യേക തരത്തിലുള്ള ഗുഡ്സിനെ അല്ലെങ്കിൽ സർവീസിനെ ആൾക്കാർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആൾക്കാരുടെ ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ വെൽബീയിങ് ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈ ഒരു പ്രതീക്ഷയോടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ഈ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനെ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗുഡ്സിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. മിക്കുള്ള അവസ്ഥയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അണ്ടർ കൺസംഷൻ. ദാറ്റ് ഈസ് നോട്ട് യൂസിങ് ദീസ് ഗുഡ്സ് ഫുള്ളായിട്ട് ഈ ഗുഡ്സിനെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ വരുന്ന ഒരു പ്രശ്നം, മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ കേസ് എടുക്കുകയാണ്. ഈ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്കാണ് അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ നയിക്കപ്പെടുന്നത്. മറ്റുള്ളവർക്ക് ഇത് കാരണം എന്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നോക്കുന്നില്ല. ഇൻസ്റ്റെഡ് എന്റെ കാര്യം, എന്റെ പ്രോഫിറ്റ്, ഇതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. അപ്പൊ ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ ഇങ്ങനെ ചിന്തിച്ച് ആൾക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ചിലപ്പോ ഈ ഒരു അണ്ടർ കൺസംഷൻ സെനാറിയോയിലേക്ക് ആൾക്കാരെ നയിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ജീവിക്കുന്ന ഇക്കോണമി കംപ്ലീറ്റ്ലി ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കോണമി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട്. ആൻഡ് മെറിറ്റ് ഗുഡ്സ് എപ്പോഴും ഗവൺമെന്റിനായിരിക്കും തരാൻ പറ്റുന്നത്. കാരണം ഗവൺമെന്റിന്റെ മെയിൻ ലക്ഷ്യം എന്താണ്? വെൽഫെയർ. ആൾക്കാർക്ക് വെൽഫെയർ കൊണ്ടുവരണം. ആ ഒരു എക്സ്പെക്ടേഷൻ കൂടി ആണ് ഗവൺമെന്റ് ഈ ഒരു മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഗുഡ്സിന് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നോണ്ടാണ് ഇതിനെ നമ്മൾ മെറിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോ അതിന് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാൾക്കാരെ എടുക്കാം. ഒരു ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ രണ്ടാൾക്കാർ, പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി. സോ ഇവര് രണ്ടുപേരും ഇക്കോണമിയിലെ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ ഇവിടെ പേഴ്സൺ എ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെ പേഴ്സൺ എ ഒരു പെർട്ടിക്കുലർ ആക്ടിൽ എൻഗേജ്ഡ് ആണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആ ഒരു പ്രവൃത്തി കാരണം പേഴ്സൺ ബിക്ക് അതിന്റെ ഇമ്പാക്ട് കിട്ടുന്നു. ഓക്കെ,
ഈ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്ന കാര്യം ഇവിടെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം ചെയ്യുന്നു, ബിക്ക് അത് കാരണം ഇമ്പാക്ട് ഉണ്ടാവുന്നു. ആ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇമ്പാക്ട് ആണ്. അപ്പൊ ബിക്ക് ഇവിടെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെനിഫിറ്റ് ആണ്. പക്ഷേ ബി ഒരിക്കലും എക്ക് അതിന്റെ മോണിറ്ററി കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല. നോ പ്രൈസ് ഇസ് പെയ്ഡ്. ബിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു, പക്ഷെ ബി ഒരിക്കലും എക്ക് അതിന്റെ മോണിറ്ററി കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഒരു കോമ്പൻസേഷൻ അവിടെ കൊടുക്കുന്നില്ല. അപ്പൊ ഇവിടെ എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എഡ്യൂക്കേഷൻ. സോ എ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് വിചാരിക്കാം. എ ഈസ് എഡ്യൂക്കേറ്റഡ്. എ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ ബി എന്ന് പറയുന്നത് ചിലപ്പോ എയുടെ നെയ്ബർ ആയിരിക്കാം, ചിലപ്പോ എയുടെ ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പോ എയുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, ചിലപ്പോ എയുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിരിക്കാം, ആരോ ആയിക്കോട്ടെ. അപ്പൊ എ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ എക്ക് ബിക്ക് വേണ്ട ഗൈഡൻസ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റും. എ എന്ത് ചെയ്യുന്നു? ബിയെ ഗൈഡ് ചെയ്യുന്നു. ഒരു നേരായ വഴിയിൽ കൂടി എ ബിയെ ഗൈഡ് ചെയ്യും. അപ്പോ എ ബിയെ ഗൈഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ബിക്ക് അറിയില്ല ഇനി അടുത്ത കോഴ്സ് ഏത് പഠിക്കണം. ഇപ്പോ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഏത് കോഴ്സിലേക്കാണ് പോകേണ്ടത് എന്ന് ബിക്ക് അറിയില്ല. അപ്പൊ എ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഈ കോഴ്സ് എടുത്തു പോയാൽ ഇതൊക്കെയാണ് ചാൻസ്. ഈ കോഴ്സ് എടുത്തു പോയാൽ നിനക്ക് ഇങ്ങനെയൊക്കെ പോകാം. ഇപ്പൊ ഡിഗ്രി എടുത്തു പോവുകയാണെങ്കിൽ അങ്ങനെ, അതല്ല നിനക്ക് ഡിപ്ലോമ ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് അതിന് പറ്റിയ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിലുള്ള കോഴ്സസ് ആണ്. ആ കോഴ്സസിന്റെ ഒക്കെ ഫീസ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ പെർട്ടിക്കുലർ കോഴ്സ് പാസ് ആയി കഴിഞ്ഞാൽ നിനക്ക് ഇത്ര ഇങ്ങനെയും ഒക്കെ ജോലി സാധ്യത വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ സാലറി പ്രോസ്പെക്ട് ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് അവയർനെസ് എ ബിക്ക് കൊടുക്കുകയാണ്. ബിക്കോസ് എ ഈസ് ഓൾറെഡി എഡ്യൂക്കേറ്റഡ്. ഇപ്പൊ ഒരു ഗൈഡൻസിലേക്ക് എ നയിക്കുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു മോണിറ്ററി കോമ്പൻസേഷൻ ബി എക്ക് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മെറിറ്റ് ഗുഡ് ആണ്. ഗവൺമെന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയുന്നു 6 to 14 years അല്ലെങ്കിൽ 6 to 14 ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഗവൺമെന്റിനുള്ളത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഡെഫിനറ്റ് ആയിട്ടും ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന, എസ്പെഷ്യലി സ്കൂൾ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂൾസ് ഒരുപാട് നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് അവിടെ മിഡ് ഡേ മീൽ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് സ്റ്റുഡൻസിന്റെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയ്ക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് ഗവൺമെന്റ് എന്താണ് വിചാരിക്കുന്നത്? എഡ്യൂക്കേഷൻ ആൾക്കാരിൽ എത്തിക്കുകയാണെങ്കിൽ അത് ഇക്കോണമിയിൽ ഒരു വെൽഫെയർ ഇമ്പാക്ട് ഉണ്ടാക്കും. ഒരു ആൾക്കാരുടെ വെൽബീങ് അവിടെ കൂടും. കാരണം നല്ല എഡ്യൂക്കേഷൻ കിട്ടിയാൽ നല്ല ജോബ് പ്രോസ്പെക്ട്സ് ഉണ്ടാവും, നല്ല ഇൻകം ഉണ്ടാവും, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യതയും അവിടെയുണ്ട്. ഒരാൾ എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ അയാൾക്ക് മാത്രമല്ല അവിടെ ബെനിഫിറ്റ് കിട്ടുന്നത്, ഹോൾ എക്കോണമി ഈസ് ഓൾസോ ബെനിഫിറ്റ്. പക്ഷെ ബെനിഫിറ്റ് ആവുന്ന എല്ലാവരും ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് ഒരു മോണിറ്ററി കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല. അതാണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ മെറിറ്റ് ഗുഡിന് വരുന്നുണ്ട്. നെക്സ്റ്റ്, people may not be good judges of what is in their own best interest. ആൾക്കാർക്ക് അറിയില്ല അവർക്ക് എന്താണ് വേണ്ടതെന്ന്. അവര് ഒരു ഗുഡ് ജഡ്ജ് അല്ല. ഇൻഡിവിജ്വൽസ് ഒരു ഗുഡ് ജഡ്ജ് അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോവിഡ് പാൻഡമിക് സിനാരിയോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു പീരീഡ് ആണ് ഈ കോവിഡ് പാൻഡമിക് പീരീഡ്. ഇപ്പൊ വേൾഡ് ഇക്കോണമി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയും സ്ട്രഗിൾ ചെയ്തു. എല്ലാ ഇക്കോണമീസിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്ന് ചിന്തിച്ചു. അപ്പൊ അത് കാരണം ഗവൺമെന്റ് ഒരുപാട് റിസർച്ചസിലൊക്കെ ഏർപ്പെട്ടു. ഗവൺമെന്റ് ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസർ ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. എന്തിനാണ്? നമുക്ക് ഒരു വാക്സിൻ വേണം. ഈ ഒരു വാക്സിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ആൾക്കാരെ കുറച്ചെങ്കിലും നമുക്ക് മരണത്തിൽ നിന്നും രക്ഷിക്കാം. ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു പോയി. പക്ഷെ ഇനിയുള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചു പേരെങ്കിലും മരണത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തില് ഡെഫിനറ്റ് ആയിട്ട് ഗവൺമെന്റ് ഒരുപാട് സ്പെൻഡിങ് ഇവിടെ നടത്തി. ഗവൺമെന്റും ആൾക്കാരും ഒരുപാട് ഒരുമിച്ച് പ്രവർത്തിച്ചു. റിസർച്ചേഴ്സും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചു. അറ്റ് ലാസ്റ്റ് വാട്ട് വി കുഡ് ഹാവ് ഇസ് സക്സസ്ഫുൾ വാക്സിനേഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പിന്നെ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഒരു വാക്സിനേഷൻ ഡ്രൈവിലേക്ക് പോയി. വാക്സിനേഷൻ ഡ്രൈവ്. അപ്പൊ നമ്മള് കൊണ്ടുവന്ന വാക്സിൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ റെഡിയാക്കിയെടുത്ത നമ്മുടെ സ്വന്തം വാക്സിൻ, അതിന്റെ സക്സസ്ഫുൾ റേറ്റ് മനസ്സിലാക്കിയ ഗവൺമെന്റ്, അതിന്റെ സക്സസ് റേറ്റ് മനസ്സിലാക്കിയ ഗവൺമെന്റ് അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ വാക്സിനേഷൻ പ്രോഗ്രാം, വാക്സിനേഷൻ എല്ലാവരും വന്ന് വാക്സിൻ എടുക്കണം. ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ആൻഡ് ഈവൻ ഇൻ സം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും റെഡിയാക്കി നമുക്ക് കാണാം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? കുറെ പേരൊക്കെ പോയി വാക്സിൻ എടുത്തു, പക്ഷെ കുറെ പേർ they have not chosen to get vaccinated. അവര് പറഞ്ഞു എനിക്ക് വാക്സിൻ എടുക്കണ്ട. ചിലർക്ക് പേടിയായിരുന്നു. വാക്സിൻ എടുത്താൽ അയ്യോ എന്താവും? വാക്സിൻ എടുത്തവരൊക്കെ പറയുന്നുണ്ട് പനി വന്നു, ഭയങ്കര കൈവേദനയാ, പുറം വേദനയാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വാക്സിൻ ഞാൻ എടുക്കുന്നില്ല, അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് കുറച്ചു പേര് വന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഗവൺമെന്റിന്റെ ഇന്റൻഷൻ വാസ് സംതിങ് ഗുഡ്. ഒരു ഗുഡ് എഫക്ട്, ഒരു ഇംപ്രൂവ്ഡ് വെൽഫെയറിസ്റ്റിക് ഇഫക്ട് ഇക്കോണമി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഗവൺമെന്റ് വാക്സിനേഷൻ ഡ്രൈവ് എടുത്തത്. പക്ഷെ അപ്പോഴും ചില ആൾക്കാർ മാറി നിന്നു. ഇങ്ങനെ ഒരു അണ്ടർ കൺസംഷൻ സെനാറിയോ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മുടെ മെറിറ്റ് ഗുഡ്. ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട്, പക്ഷെ വി ആർ നോട്ട് റെഡി ടു ഗെറ്റ് ഇറ്റ്. അങ്ങനെ ഒരു പ്രശ്നം മെറിറ്റ് ഗുഡിൽ വരുന്നുണ്ട്. ഇനി മെറിറ്റ് ഗുഡിന്റെ വേറൊരു ക്യാരക്ടറാണ്, ഈ മെറിറ്റ് ഗുഡ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഇക്കോണമിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവർക്ക് ഒരു ഫുൾ പാർട്ടിസിപ്പേഷൻ നടത്താനായിട്ട് സാധിക്കും. again നമുക്ക് എഡ്യൂക്കേഷനിലേക്ക് വരാം. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് വൺസ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു റീസണബിളി ഗുഡ് എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു റീസണബിളി ഗുഡ് എഡ്യൂക്കേഷൻ വെച്ചിട്ട് നമ്മൾ ജോബ് മാർക്കറ്റിലേക്ക് പോവാണ്. നമ്മൾ ജോബ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നു. സിൻസ് വി ആർ ഹാവിങ് ഗുഡ് എഡ്യൂക്കേഷൻ നമ്മൾക്ക് ജോലി കിട്ടുന്നു. ആൻഡ് ജോലി കിട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? വൺസ് വി ഹാവ് എ ജോബ്, നമുക്ക് ജോലി കിട്ടിയാൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ അവിടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ എബിലിറ്റി, നമ്മുടെ കേപ്പബിലിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് ജോലി കിട്ടുന്നത് കൊണ്ട് ഞാൻ മാത്രമല്ല ബെനിഫിറ്റഡ് ആവും. എനിക്ക് ജോലി കിട്ടുന്നു, അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത്? ഞാൻ ചെയ്യുന്ന ജോലി കാരണം എനിക്ക് സാലറി കിട്ടും. വാട്ട് അബൌട്ട് ദ ഇക്കോണമി? ഇക്കോണമിക്കും അത് കാരണം ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ GDP വളരുന്നുണ്ട്, നമ്മളുടെ ഇക്കോണമി പ്രോഗ്രസ് ആകുന്നുണ്ട്. ഇപ്പൊ എന്നെ പോലെയുള്ള പല ആൾക്കാരും ചെയ്യുന്ന ജോലി കാരണമാണ് നമ്മുടെ ഇക്കോണമിയിൽ അത്രമാത്രം ഒരു ഗ്രോത്ത് പോസിബിലിറ്റി വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എഡ്യൂക്കേഷൻ കാരണം ആണ് ഇത്രയും ഒരു ഇമ്പാക്ട് ഇവിടെ വരാനായിട്ട് സാധിച്ചത്. സോ ആ ഒരു രീതിയിലും ആൾക്കാരെ കൂടുതൽ ഫുള്ളി എക്യുപ്ഡ് ആയിട്ട് ഇക്കോണമിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിപ്പിക്കാൻ കഴിവുള്ള ഒരു കൈൻഡ് ഓഫ് ഗുഡ് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് മെറിറ്റ് ഗുഡ്, which is another characteristic feature of merit good. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഇന്റൻഷൻ ആണ് ആൾക്കാർക്ക് നല്ലത് വരണം, ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലത് വരണം, അവരുടെ വെൽഫെയർ കൂടണം എന്നൊക്കെയുള്ളത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഈ മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഗുഡ്സിനെ സപ്ലൈ ചെയ്യുന്നു. അതിപ്പോ വാക്സിനേഷന്റെ ഫോമിലായാലും ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷന്റെ ഫോമിലായാലും ഒക്കെ ഇത് ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ആൾക്കാർ അത് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഈ മെനി കേസസ് അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. മെറിറ്റ് ഗുഡിന് മാത്രമുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് മെറിറ്റ് ഗുഡ്സിനെ മറ്റ് കമോഡിറ്റീസ് അല്ലെങ്കിൽ മറ്റ് ഗുഡ്സിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് മെറിറ്റ് ഗുഡ്സ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മെറിറ്റ് ഗുഡ്സിനെ മറ്റ് ഗുഡ്സിൽ നിന്നും ഡിഫറെന്റ് ആക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതാണ് പറയാനുള്ളത്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മെറിറ്റ് ഗുഡ്സ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് കിട്ടും, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ലൈവ് ആസ് വെൽ ആസ് റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും, അതേപോലെ ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ലേൺ എക്കണോമി ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സർവീസസ് എല്ലാം തന്നെ യൂസ് ചെയ്യാവുന്നതുമാണ്. അടുത്തത് നമ്മുടെ ഫ്രീ ടെലിഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡിസ്കഷൻസ് ഒക്കെ അവിടെ പോസിബിൾ ആണ്. നിങ്ങൾക്ക് അവിടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത റിക്വസ്റ്റ്, നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.